ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ. ഇന്ന് ജൂൺ 19 അപ്പം ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു 2 ട്രേഡുകൾ എടുത്തിരുന്നു, അതിനെപ്പറ്റി പറയാം. അതിനു മുമ്പ് നമ്മൾ 14-ാം തീയതി നമ്മുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ലൈൻ, ഒരു ട്രെൻഡ് ലൈനാണത്. ഒരു ബ്ലൂ ലൈനാണ് നമ്മൾ ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 18-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് നമ്മളൊരു ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നല്ലൊരു പ്രോഫിറ്റും ഗെയിൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ തയ്യാറാക്കി ഇടാഞ്ഞത്. അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റ് അനലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 23,589, നമ്മുടെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 23,289. നമുക്കൊന്ന് ടൈം ഫ്രെയിം മാറ്റി നോക്കാം, 15 മിനിറ്റിൻ്റെ എടുത്ത് നോക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ. നമ്മൾ ഈ ഒരു ഏരിയ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേ ഹൈ ആ ഒരു റേഞ്ചാണ് നമ്മൾ ഇന്ന് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇപ്പം സൂം ഔട്ട് ചെയ്ത് ഇപ്പം ഇത് 2 ട്രെൻഡ് ലൈനാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് കാണിക്കാം. അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റ് വ്യൂ പറയുന്ന മാർക്കറ്റ് നമ്മളെ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ആ ഒരു അപ്പർ സൈഡാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു, അവിടെ ഒരു റിട്രേസ്മെൻറ്റ് വന്നു റെസിസ്റ്റൻസ് ലെവലിൻ്റെ അവിടെ. അതിന് ശേഷം റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ട്രേഡ് എടുത്തിരുന്നു. ആ ഒരു റെഡ് ലൈൻ്റെ അവിടെ നിന്നും നമ്മുടെ താഴേക്ക് ആ ഒരു ഗ്രീൻ ലൈൻ്റെ അവിടെ വരെയാണ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്തത്. ഏകദേശം ഒരു 15 പോയിൻ്റാണെന്ന് തോന്നുന്നു നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഒരു അപ്സൈഡ് ട്രേഡ് നമ്മളിന്ന് എടുത്തിരുന്നു. ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷനാണ് എടുത്തത്. അപ്സൈഡ് ട്രേഡ് എന്ന് പറയുമ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മളൊരു അപ്സൈഡ് ട്രേഡ് എടുത്തത്. അവിടെ നിന്നും ഏകദേശം റെഡ് ലൈൻ ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷേ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമെന്ന് കണ്ടതുകൊണ്ട് നമ്മൾ അല്പം കൂടി ഹോൾഡ് ചെയ്ത് നമ്മളെ ഒരു ട്രെൻഡ് ലൈൻ വരെ നമ്മളൊന്ന് റിസ്ക് എടുത്ത് ആണ് ഒരു ട്രേഡ് എടുത്തത്. ഏകദേശം ഉച്ചയ്ക്ക് 12 മണി തൊട്ട് ഏകദേശം ഒരു 3 മണി വരെ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അതിൽ നിന്നും നമുക്ക് നല്ലൊരു പോയിൻ്റ് ഗെയിൻ ചെയ്യാൻ പറ്റി. അപ്പം സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ ഈ ഒരു 2 ലെവലുകൾ മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. നമ്മുടെ ഈ ഒരു ഏരിയ ഒരു അപ് ട്രെൻഡ് പോകുന്ന മാർക്കറ്റിന് ഈ 2 ഏരിയ മാത്രം കൺസിഡർ ചെയ്താൽ നമുക്ക് ജൂൺ 11-ാം തീയതിയും ആ ഒരു റേഞ്ചിൽ വന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയി മാർക്കറ്റ്. അതേപോലെ തന്നെ ജൂൺ 13-ാം തീയതിയും ആ ഒരു റേഞ്ചിൽ വന്നു ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയി. പിന്നെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ആ ഒരു റേഞ്ചിൽ വന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. അതേ കൺസെപ്റ്റ് വെച്ചാണ് ഇന്ന് നമ്മൾ ആ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ ട്രേഡ് എടുത്തില്ല. കാരണം ഒന്നും കൂടി ചെറിയൊരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സേഫായിട്ടൊരു ട്രേഡ് ഇന്ന് എടുത്തത്. അപ്പം ഇന്ന് നമുക്ക് നല്ല 2 ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ റെഡ് ലൈനും ഗ്രീൻ ലൈനും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത ദിവസം എന്തായാലും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു 2 ലൈൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല മനോഹരമായ ട്രേഡുകൾ ഇന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. നാളെയും ഈ ഒരു ലെവലുകൾ കൺസിഡർ ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാം. ചിലപ്പോൾ ഒരു ലെവലുകൾ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാം. നമ്മൾ SL കീപ്പ് ചെയ്യുക, ട്രേഡ് എടുക്കുക. അതാണ് നാളത്തേക്കിനുള്ള നമ്മളൊരു പ്ലാൻ. അപ്പം നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് നല്ല 2 ട്രേഡുകളാണ് കിട്ടിയത്. ഏകദേശം 2 ട്രേഡിലായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു 10 പോയിൻറ്റോളം ഓരോ ട്രേഡിൽ വീതം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം എല്ലാവരും നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വ്യൂ വെച്ച് നിങ്ങളുടെ ചാർട്ടിൽ വരച്ച് നോക്കി നല്ല ട്രേഡുകൾ എടുക്കുക. നാളെ നമുക്ക് നല്ലൊരു ട്രേഡായിട്ട് കാണാം. ഓക്കെ.